പോകട്ടെ, ഇന്നലെ മിനിഞ്ഞാനായിട്ട് എന്റെ ഇപ്പൊ മലബാറിൽ നടന്നത് പെണ്ണുങ്ങളെ മാപ്പിളച്ചി പെണ്ണുങ്ങള് പർദ്ദയിട്ടിട്ട് ചന്തി കുലുക്കി കളി, റോഡിൽ പച്ചപ്പകലിൽ. നിങ്ങൾക്ക് അതിനെ എതിർക്കാൻ പറ്റൂല. എന്തുകൊണ്ട്? എതിർത്താൽ നിങ്ങളുടെ തറവാടുകളിൽ നടന്ന ചന്തി കുലുക്കി കളികൾ ഒരു ഡൗൺലോഡ് ചെയ്ത് കാണിച്ചു തരും. ആലിമീങ്ങൾക്ക് പറയാൻ പറ്റൂല. എന്തുകൊണ്ട്? ആലിമീങ്ങൾ പറയേണ്ട സമയത്ത് പറയാതെ പോയി. പറയാൻ തൊള്ളോണ്ട് എന്ന് പറയാനോ? ജനം സ്വീകരിക്കണ്ടേ? മൂപ്പര് ഈ വിഷയം മാത്രമല്ല, മൂപ്പര് ഇപ്പൊ ഈ പ്രസംഗത്തിൽ തന്നെ മൂപ്പര് ലീഗിൽ ഇന്ന് നടക്കുന്ന അരാഷ്ട്രീയപരമായ പെണ്ണുങ്ങൾ ചന്തി കുലുക്കി 25,000-ഓളം ആളുകൾ അസറിന് ശേഷം ഉച്ച മുതൽ രാത്രി വരെ നടന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിമർശനം അയച്ചു വിടുന്നുണ്ടല്ലോ. എന്നിട്ട് മൂപ്പര് അതിനോട് കൂട്ടി പറയുന്നത് എന്താ? ഏതെങ്കിലും സംഘടനാ നേതാക്കളോ ഏതെങ്കിലും സംഘടനാ നേതൃത്വമോ ഇതിനെതിരെ വിമർശിച്ചോ? എല്ലാവരും അവരുടെ സ്തുതി പാടുകയല്ലേ. മൂപ്പര് വിചാരം മൂപ്പര് ഈ ഉത്തരത്തിൽ മേലെ കിടക്കുന്ന പല്ലിയെ പോലെ മൂപ്പരാണ് ഇതൊക്കെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. മൂപ്പര് മാത്രമേ ഇതൊക്കെ പറയുന്നുള്ളൂ. SYSന്റെ സെക്രട്ടറി റഹ്മത്തുള്ള സഖാഫി എളമരം ഇതിനെതിരെ പറയുകയും അത് വാർത്തയാകുകയും മീഡിയകൾ അത് ഹെഡ്ലൈൻ കൊടുത്ത് ചർച്ച ചെയ്ത് കഴിഞ്ഞു. എന്നിട്ട് തന്നെ മൗദൂദി വെൽഫെയർ ടീം ലീഗിന്റെ അടികൾ ഉസ്താദിനെ ട്രോളും കഴിഞ്ഞു. നമസ്കാരം. തെരഞ്ഞെടുപ്പിൽ വനിതകളെ രംഗത്തിറക്കിയതിനെതിരെ വിമർശനവുമായി സമസ്ത കാന്തപുരം വിഭാഗം നേതാവ് റഹ്മത്തുള്ള സഖാഫി ഇളമരം. പെൺകുട്ടികൾ തുറന്ന വാഹനത്തിൽ ഡാൻസ് ചെയ്യുന്നത് മുസ്ലിം ഉമ്മത്തിന്റെ സാംസ്കാരിക അച്ചടക്കം നശിച്ചു കാണാൻ ആഗ്രഹിക്കുന്നവരുടെ താല്പര്യമാണെന്നാണ് അദ്ദേഹത്തിന്റെ വിമർശനം. മൂപ്പര് സംസാരിക്കുന്നത്, മൂപ്പര് ആ റൂമിൽ ഇരുന്നിട്ട് മൂപ്പര കണ്ണിലൂടെ കാഴ്ച ഇങ്ങനെ നോക്കിക്കാണാണ്. അത് മാത്രമേ കാണുന്നുള്ളൂ. നമ്മുടെ സംഘടനയും നേതൃത്വം ഇന്ന് പറയുന്നതാണോ? പണ്ട് മുതലേ പറയുന്നതല്ലേ ലീഗും ദീനും കൂട്ടിക്കുഴക്കരുത്. അന്ന് ആ പറഞ്ഞിരുന്ന നമ്മുടെ സംഘടനാ നേതൃത്വത്തിനെതിരെ കളിയാക്കുകയും പരിഹസിക്കുകയും ചെയ്തിരുന്ന ആളാണ് മൂപ്പര്. അന്ന് ലീഗിന് വേണ്ടി ഖുറാനിന്റെ ആയത്തുകൾ വളച്ചൊടിച്ച ആളാണ്. നിങ്ങൾ ലീഗ് എന്ന പൊതുവായ കയറിൽ കൂട്ടിപ്പിടിച്ച് നിങ്ങൾ ഉമ്മത്തിൽ ഈ ലീഗിന് നിങ്ങൾ അണിചേരൂ, നിങ്ങൾക്ക് കോണിയിലൂടെ സ്വർഗം നേടാ എന്ന് പച്ചയായി പ്രസംഗിച്ച് ലീഗിലോട്ട് ഈ ഒരു രാഷ്ട്രീയത്തിന് ആളെ കൂട്ടിയ ആളാണ്. ഒരുമിച്ച് നിൽക്കുക, ലീഗിനെ ശക്തിപ്പെടുത്തുക, ഒരുമിച്ച് നിൽക്കുക, ലീഗിനെ ശക്തിപ്പെടുത്തുക. ലീഗ് അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്കുള്ള സഭയാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അന്ന് ലീഗിലെ കൊള്ളരുതായ്മകൾ ഇയാൾ പ്രസംഗിച്ചിട്ടില്ല. അതിനെതിരെ അന്നും ലീഗും ദീനും കൂട്ടിക്കുഴക്കരുത്. ഈ അടുത്ത് വരെ ഇവരുടെ നേതൃത്വം പറഞ്ഞാൽ എന്താ? ലീഗാണ് സമസ്തയാണ് ലീഗ്. അന്നും നമ്മൾ പറഞ്ഞു ദീനും സമസ്തയും ലീഗും അത് ഒരുമിച്ച് കൂട്ടിക്കൊണ്ടുപോകരുത്, അത് രണ്ടാണ്. എന്നിട്ട് ഇപ്പൊ ഒരു റൂമിൽ ഇരുന്ന് കാലിട്ടടിക്കാണ്. ആരും പറയണില്ല, ഞാൻ മാത്രമേ പറയുന്നുള്ളൂ എന്ന്. നമ്മളെ സംഘടനയും നേതൃത്വവും പണ്ട് മുതലേ പറയുന്നുണ്ട്. പക്ഷെ അന്ന് ആ പറഞ്ഞിരുന്നവരെ കളിയാക്കുകയും അതിനെ പരിഹസിച്ച് നടക്കലായിരുന്നു നിങ്ങളെ പണി. ഇന്ന് കാലിട്ടടിച്ചിരുന്നിട്ട് കാര്യമില്ല. ക്ഷമ വേണം. അതാ പറഞ്ഞത്, സമയമെടുക്കും. അന്ന് ഞങ്ങൾ ഈ ചാടിക്കളിക്കുന്ന SSFന്റെയോ SYSന്റെയോ മുസ്ലിം ജമാഅത്തിന്റെയോ ഏതെങ്കിലും ആളുകളുണ്ടോ? ഉണ്ടാവില്ല. ഉള്ളതേതാ? നിങ്ങൾ പണ്ട് പ്രസംഗിച്ച് ധരിപ്പിക്കേറ്റിരുന്ന ടീമുകളാണ് ഇതിന്റെ കൂടെ ഉള്ളത്. കൂടെ ഇപ്പൊ വെൽഫെയർ ടീമും കൂടിയിട്ടുണ്ട് അല്ലേ? ചക്കിക്കൊത്ത ശങ്കരനെ പോലെ അവരും കൂടി ഉണ്ട്. അപ്പൊ പണിയെടുക്കേണ്ടി വരും. പണ്ട് നിങ്ങൾ അനുകൂലിച്ച് ആയത്ത് ദുർവ്യാഖ്യാനിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ, അതിനുള്ള ഒരു മരുന്നിന് പോലുള്ളത് ഇപ്പൊ നിങ്ങൾ പറഞ്ഞിട്ടില്ല. നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. ഞങ്ങൾ ഉസ്താദുമാർക്ക് അത് എന്നും പറയുന്നതാണ്. നിങ്ങൾ കേൾക്കാത്തത്, നിങ്ങൾ ശ്രദ്ധിക്കാത്തത്, കണ്ടിട്ട് അത് കാണാത്ത പോലെ നടിക്കുന്നുണ്ടല്ലോ. അതൊക്കെ നിങ്ങൾ അവിടെ തന്നെ വെച്ചാൽ മതി. മുസ്ലിം ചെറുപ്പക്കാരികളായ യുവതികളായ പെൺകുട്ടികൾ ഒരു മടി കൂടാതെ റോട്ടിലിറങ്ങി സിന്ദാബാദ് വിളിക്കുന്നു. ശരീരം മറക്കാതെ പുറത്തിറങ്ങുന്നു. കാണാനും തൊടാനും പറ്റുന്ന ഒരാളും കൂടെ ഇല്ലാതെ അന്യന്റെ കൂടെ യാത്ര നടത്തുന്നു. ഇതേപോലെ തന്നെയാണ് പേരുസ്താദിന്റെ വിഷയത്തിലും മൂപ്പരുടെ പരിപാടി. പേരുസ്താദ് അക്കാഡമിക് ഒരു പർപ്പസിൽ BKF എന്ന് പറയുന്ന ഒരു അക്കാഡമിക്കൽ തരത്തിലുള്ള ഒരു ചർച്ചയിൽ ഒരു ഇന്റർവ്യൂവിൽ ചോദിക്കപ്പെടുന്ന ചോദ്യം എന്താണെന്ന് ഇയാൾക്ക് മനസ്സിലായില്ല. ഇയാൾ കണ്ടിട്ടുള്ള ആ ക്ലിപ്പ് മാത്രമേ ഉള്ളൂ. അതായത് അവിടെ പറഞ്ഞിട്ടുള്ള ചോദ്യം എന്താണ്? ഈ രൂപത്തിൽ ഇയാളെ കുറിച്ച് 2 രൂപത്തിൽ കാണുന്നുണ്ടല്ലോ. അവിടെ അങ്ങനെ കാണുമ്പോൾ ഏതാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്? അദ്ദേഹം അശരീ ത്വരീഖത്തിലാണ് എന്നും തൗബ ചെയ്തു എന്നും അതേസമയം തന്നെ പിഴച്ചവനാണ് എന്നും ഒക്കെ കേൾക്കുന്നുണ്ട്, കാണുന്നുണ്ട്. അപ്പൊ നമ്മൾ ഏത് സ്വീകരിക്കണം എന്ന് പറയുമ്പോൾ പേരുസ്താദ് അവിടെ പറയുന്നുണ്ടാ, ഇബ്നു ഹജറുൽ അസ്ഖലാനി ഇമാമിന്റെ കിതാബിൽ ഇങ്ങനെ 2 തരത്തിലുള്ള കൗലുണ്ട്. രണ്ടും പറഞ്ഞിട്ടുണ്ട്. മൂപ്പരെ വായിച്ചിട്ടുണ്ടാവില്ല, കേട്ടിട്ടുണ്ടാവില്ല. 1.5 മണിക്കൂറുള്ള ആ സംഭാഷണം മൂപ്പര് കേട്ടിട്ടുണ്ടാവില്ല. മൂപ്പര് മറ്റുള്ള ടീം കൊടുത്തു വെച്ചിട്ടുള്ള ക്ലിപ്പ് കേട്ടിട്ടുണ്ടാവുള്ളൂ. അപ്പൊ അതിൽ വ്യക്തമായി പേരുസ്താദ് പറയുന്നുണ്ട്. ഇബ്നു ഹജറുൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹുവിന്റെ കിതാബിൽ പറയുന്നുണ്ട്, ഈ ഇബ്നു തൈമിയ എന്ന് പറയുന്ന മനുഷ്യൻ അദ്ദേഹം തൗബ ചെയ്തിട്ടുണ്ട് എന്ന് അദ്ദേഹത്തിന്റെ കൈപ്പടയിൽ തന്നെ ഇബ്നു ഹജറുൽ അസ്ഖലാനി പറഞ്ഞതാണ് പേരുസ്താദ് പറയുന്നത്. അതേപോലെ അശ്അരി ത്വരീഖത്തിലാണ് ഞാൻ എന്ന് മൂപ്പര് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിന്റെ പിഴച്ച വാദങ്ങൾ കാരണം മറ്റു ഇമാമിങ്ങൾ സിന്ദീഖാണെന്നും കള്ളനാണ് എന്നും ആര് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇബ്നു ഹജറുൽ അസ്ഖലാനി പറഞ്ഞിട്ടുണ്ട്. അതും പേരുസ്താദ് വായിച്ചിട്ടുണ്ട്. മൂപ്പര് കേട്ടിട്ടില്ല. അതേപോലെ ദഹബി അദ്ദേഹത്തെ വിമർശിച്ചത് പേരുസ്താദ് പറഞ്ഞിട്ടുണ്ട്. അത് കേട്ടിട്ടില്ല. അവസാനം തീർപ്പ് കൽപ്പിക്കുന്ന എന്താണ് പേരുസ്താദ്? ഇത്തരം മൂപ്പരുടെ പിഴച്ച വാദങ്ങൾ എടുത്തുകൊണ്ട് ആരെങ്കിലും അശരീ ത്വരീഖത്തിനെതിരെ നമ്മുടെ വിശ്വാസ പ്രമാണങ്ങൾക്കെതിരെ വന്നാൽ എന്ത് ചെയ്യണം എന്നാ പറയുന്നത്? അവിടെ ആ വിശ്വാസ പ്രമാണങ്ങൾക്കെതിരെ നമ്മുടെ ഇമാമിയങ്ങൾ, മുൻകാല ഇമാമിയങ്ങൾ എന്ത് പറഞ്ഞോ, ഇബ്നു ഹജറുൽ ഹൈതമി അവരൊക്കെ എന്ത് പറഞ്ഞോ അവിടെയാണ് നമ്മൾ നിൽക്കേണ്ടത്. അവിടെ ഇബ്നു തൈമിയയെ വെള്ളപൂശാനും അദ്ദേഹം വലിയ പണ്ഡിതനാണ്, തെറ്റായിട്ട് തന്നെ കാണണം എന്ന് പറഞ്ഞുകൊണ്ടല്ലേ ഇന്റർവ്യൂ അവസാനിപ്പിക്കുന്നത്.
അപ്പൊ അവിടെ അക്കാദമിക് പർപ്പസിലുള്ള ആ ചോദ്യത്തിന് വളരെ വ്യക്തമായി അദ്ദേഹത്തിന്റെ പിഴച്ച വാദങ്ങളെ ഇമാമിയങ്ങളെ എതിർത്തതാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഇന്റർവ്യൂ അവസാനിപ്പിക്കുമ്പോൾ അതൊന്നും മൂപ്പര് കേട്ടിട്ടില്ല. മൂപ്പര് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൂപ്പര് ഇങ്ങനെ ഒരു ഹോജാവായിട്ടിരുന്ന് ഞാൻ മാത്രമേ ഇത് ചെയ്യുന്നുള്ളൂ, ഞാൻ പറയാതെ മാത്രമേ ഇത് പറയുന്നുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ആ ഇന്റർവ്യൂങ്കിലും മുഴുവനായിട്ടൊന്ന് കേട്ടൂടെ? അതാണ് പറഞ്ഞത്, എല്ലായിടത്തും സാഹചര്യത്തിനനുസരിച്ച് കാര്യങ്ങൾ അവതരിപ്പിക്കണം. അതാണ് പേരോട് ഉസ്താദ് പറഞ്ഞ ഉദാഹരണം. പക്ഷേ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ഒരാൾ വന്നു. ചിലർക്ക് എവിടെ എന്ത് പറയണം എന്നതിനെ കുറിച്ചൊരു വിവരമില്ലാത്ത കുറച്ച് ആൾക്കാരുണ്ട്. ഓരോ സ്ഥലത്തും പറയേണ്ടത് പറയണോ? ഞാൻ ഇന്നലെ വയത് പറഞ്ഞിട്ടുണ്ടാവും, അവിടെ ഞാൻ ചിലപ്പോൾ പള്ളിയെ പറ്റി ഒന്നും പറഞ്ഞിട്ടുണ്ടാവും, കാരണം പള്ളി ഉദ്ഘാടനമല്ല. അപ്പൊ ചിലപ്പോൾ അവിടെ പറഞ്ഞ വേറൊരു വിഷയമായിരിക്കും. അങ്ങനെ ഓരോ സ്ഥലത്തും ആവശ്യമുള്ളതല്ലേ പറയേണ്ടത്, ആവശ്യമുള്ളതുപോലെ പറയേണ്ടത്. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒരാൾ വന്നിട്ട് ചോദിച്ചു, ഒരു മനുഷ്യനെ കൊന്നാൽ കൊന്നവന് തോപുണ്ടോ എന്ന് ചോദിച്ചു. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തോപില്ല എന്ന് പറഞ്ഞു. അയാൾ മടങ്ങിപ്പോയി. വേറൊരാൾ വന്നിട്ട് ചോദിച്ചു, ഒരു മനുഷ്യനെ കൊന്നവന് തോപുണ്ടോ എന്ന് ചോദിച്ചു. ഉണ്ട് എന്ന്. ഇതാരാ? ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പൊരുത്തം കൊടുത്ത സഹാബിയാണ്. റസൂൽ സല്ലല്ലാഹുവിന്റെ പിതൃ സഹോദരന്റെ മോനാണ്. ലോകത്ത് ഏറ്റവും വലിയ ഖുർആൻ വ്യാഖ്യാതാവാക്കാണ് ഹിബ്റുൽ ഉമ്മ. അയാളോട് പറഞ്ഞ ഒന്നാണ്, ഇയാളോട് പറഞ്ഞ ഒന്നാണ്. അതെന്തേ കാരണം? അതിന്റെ കാരണം ആദ്യത്തെ ആള് അയാൾക്കൊരു സാഹചര്യം ഉണ്ട്. അയാളുടെ സാഹചര്യം എന്താണ്? അയാള് കൊന്നാല് തോപണ്ട് എന്നാണ് മറുപടി എങ്കിൽ ഒരാളെ കൊല്ലണമെന്ന് പ്ലാൻ ഉണ്ട്. തോപണ്ട് എന്നാ പറയുന്നത്, എന്നാ പോയിട്ട് കൊല്ലണം. അയാളോട് പറഞ്ഞ മറുപടിയാണെന്ത്? തോപില്ല. രണ്ടാമത്തെ ആൾ അങ്ങനല്ല, അയാൾ ഒരു ദുർബല നിമിഷത്തിൽ കൊന്നു പോയി. ഇപ്പൊ അയാൾക്ക് മനസ്സിൽ വലിയ ഖേദുണ്ട്, പടച്ചോൻ എന്നെ സ്വീകരിക്കോയില്ലേ. അയാളോട് പറഞ്ഞ മറുപടിയാണ് തോപുണ്ട്. മറ്റാൾ പറഞ്ഞ തോപില്ല. ഒരു പണ്ഡിതന്റെ ഉത്തരവാദിത്വം ആളുകളെ ഈമാനും അമലും രക്ഷപ്പെടുത്തുക എന്നതാണ്. സാഹചര്യത്തിനനുസരിച്ച് പറയണം എന്നതിന് ഇമാം നവവി റളിയല്ലാഹു അൻഹു ശർഹുൽ മുഹദ്ദമിന്റെ മുഖദ്ദിമയിൽ ഈ സംഭവം എടുത്തുദ്ധരിച്ചത് കാണാം. അതേപോലെ ഈ വിഷയങ്ങൾക്ക് അടിസ്ഥാനമാക്കിയാണ് വാഴക്കാട് നടന്ന എന്താ പേരോട് ഉസ്താദ് ഈ BKF പറഞ്ഞ പോലെ ഇബ്നു തൈമിയയുടെ വികലവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഒരു മുജാഹിദോ പുത്തൻവാദിയോ ബിദഅയോ വന്നു കഴിഞ്ഞാൽ അവിടെ ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു പോലെയുള്ള മറ്റു ഇമാമിങ്ങളെ പോലെയുള്ള ആളുകൾ അതിനെങ്ങനെയാണോ വിമർശിച്ചിട്ടുള്ളത് ആ വിമർശനങ്ങളെ എടുത്തുകൊണ്ട് വന്ന് ആരെ വിമർശിക്കണം? ഇബ്നു തൈമിയയുടെ പിഴച്ച വാദങ്ങളെ വിമർശിക്കണം. അവിടെ ശക്തമായിട്ട് തന്നെ വിമർശിക്കണം. ഇത് തന്നെയാണ് BKF ആ ഇന്റർവ്യൂവിന് പേരോട് ഉസ്താദ് പറഞ്ഞത്. വികലവാദങ്ങൾ ഇബ്നു തൈമിയയുടെ അല്ലാഹു തആലാക്ക് ഭാഗങ്ങളുണ്ട് എന്ന് പറയുന്ന തരത്തിലുള്ള വാദങ്ങളൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിനെ ഇമാമിങ്ങൾ എങ്ങനെയാണോ വിമർശിച്ചിട്ടുള്ളത് ആ വിമർശനങ്ങൾ അവിടെ ശക്തമായി ഉന്നയിച്ചുകൊണ്ട് ഇബ്നു തൈമിയയുടെ പിഴച്ചവാദങ്ങളെ ഖണ്ഡിക്കണം എന്ന് തന്നെയാണ് അന്നും പേരോട് ഉസ്താദ് പറഞ്ഞത്, ഇന്നും പറഞ്ഞത്. അത് ഈ ചങ്ങായിക്ക് മനസ്സിലായിട്ടില്ല എന്ന് വിചാരിച്ചാൽ ഈ ചങ്ങായി ഇപ്പം കണ്ടിട്ട് തുടങ്ങിക്കാണ്ടേ എനിക്ക് ക്രൂസ് മിസൈലൊക്കെ ഞാൻ ഘടിപ്പിച്ചിട്ടുണ്ട്, ഇപ്പൊ ഞാൻ പറയാൻ തുടങ്ങിയത്. ഇപ്പൊ പറയാൻ തുടങ്ങിയാൽ ഞങ്ങളെ പണ്ഡിതന്മാർ പണ്ട് മുതലേ ഈ അരാഷ്ട്രീയത്തിനെതിരെയും വിധത്തിനെതിരെയൊക്കെ പറയാൻ തുടങ്ങിയതാ. അന്ന് നിങ്ങൾ കൂട്ടിക്കൊഴിച്ച് ആയത്തും ദുർവ്യാഖ്യാനിച്ച് പോലെ നടന്നു. ഇപ്പൊ കാര്യമായിട്ട് അടിച്ചുകൊണ്ടിരിക്കുക. അടുക്കി കുറച്ചു കാലം കൂടി അടിച്ചുകൊണ്ടിരിക്കണം. ഞങ്ങൾ ഉസ്താദ്മാരൊക്കെ പറഞ്ഞതിന്, നിങ്ങൾ പണ്ട് അവർക്ക് അനുകൂലമായി പ്രസംഗിച്ചതിന് ഇതിനുള്ള മരുന്ന് പോലും ഇപ്പൊ നിങ്ങൾ എതിർത്ത് സംസാരിച്ചിട്ടില്ല കേട്ടോ. അതാണ് ഞങ്ങളെ പണ്ഡിതന്മാരെ മേലൊക്കെ കുതിര കയറാൻ വേണ്ട, അതിനൊന്നും നിങ്ങൾ ആയിട്ടില്ല.